സങ്കീർത്തനങ്ങൾ 68 അധ്യായം 1 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓടിപ്പോകട്ടെ. കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ, അഗ്നിയിൽ മെഴുക് ഉരുകുന്നതുപോലെ ദുഷ്ടർ ദൈവസന്നദ്ധയിൽ നശിച്ചു പോകട്ടെ. നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ, ദൈവസന്നദ്ധയിൽ അവർ ഉല്ലസിക്കട്ടെ, അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ. ദൈവത്തിന് സ്തുതി പാടുവിൻ, അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ. മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. കർത്താവ് എന്നാണ് അവിടുത്തെ നാമം, അവിടുത്തെ മുമ്പിൽ ആനന്ദിക്കുവിൻ. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്. അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു. ദൈവമേ, അങ്ങ് അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ, ദൈവസാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുത്തെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു. അങ്ങയുടെ വാടി തളർന്നിരുന്ന അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി. അങ്ങയുടെ യാചകണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. കർത്താവ് ആജ്ഞാപിക്കുന്നു, വലിയൊരു ഗണം ആ സദ്വാർത്ത വിളംബരം ചെയ്യുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടുന്നു, പലായനം ചെയ്യുന്നു. വീട്ടിലുള്ള സ്ത്രീകൾ കവർച്ച വസ്തുക്കൾ പങ്കിടുന്നു. നിങ്ങൾ ആട്ടിൻ തൊഴുത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണോ? ഇതാ, വെള്ളി കൊണ്ട് പൊതിഞ്ഞതും തിളങ്ങുന്ന പൊൻ ചിറകുള്ളതുമായ പ്രാവിൻ രൂപങ്ങൾ. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനിൽ മഞ്ഞു പെയ്തു. ബാഷാൻ എത്ര ഉത്തമമായ പർവ്വതമാണ്, അനേകം കൊടുമുടികളുള്ള പർവ്വതം. കൊടുമുടികളേറെയുള്ള പർവ്വതമേ, കർത്താവ് എന്നേക്കും വസിക്കാൻ തിരഞ്ഞെടുത്ത മലയെ നീ എന്തിന് അസൂയോടെ വീക്ഷിക്കുന്നു? 1000 രഥവ്യൂഹങ്ങളുടെ കർത്താവ് സീനായിൽ നിന്ന് തൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവിടുന്ന് ഉന്നതമായ ഗിരിയിലേക്ക് തടവുകാരെ നയിച്ചുകൊണ്ട് ആരോഹണം ചെയ്തു. കടയിക്കുന്നവരിൽ നിന്ന് പോലും അവിടുന്ന് കപ്പം സ്വീകരിച്ചു. ദൈവമായ കർത്താവ് അവിടെ വസിക്കും. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്. മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. ദൈവം തൻ്റെ ശത്രുക്കളുടെ ശിരസ് തകർക്കും. ദുർമാർഗത്തിൽ ചരിക്കുന്നവരുടെ കേശാലകൃത്യമായ നെറുകെ തകർക്കും. കർത്താവ് അരുളി ചെയ്തു, ഞാൻ അവരെ ഭാഷാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. സമുദ്രത്തിൻ്റെ അഗാധത്തിൽ നിന്ന് ഞാൻ അവരെ തിരിച്ച് വിളിക്കും. നിങ്ങൾ കാലുകൾ രക്തത്തിൽ കഴുകുന്നതിനും നിങ്ങളുടെ നായ്ക്കൾ അത് നക്കി കുടിക്കുന്നതിനും തന്നെ. ദൈവമേ, അങ്ങയുടെ ആഘോഷപൂർവമായ എഴുന്നള്ളത്ത് ദൃശ്യമായി. എൻ്റെ രാജാവായ ദൈവം വിശുദ്ധ സ്ഥലത്തേക്ക് എഴുന്നള്ളുന്നത് തന്നെ. മുൻപിൽ ഗായകർ, പിറകിൽ വാദ്യക്കാർ, നടുവിൽ തപ്പുകൂട്ടുന്ന കന്യകമാർ. മഹാസഭയിൽ അവിടുത്തെ വാഴ്ത്തുവിൻ. ഇസ്രായേലിൻ്റെ ഉറവയിൽ നിന്നുള്ളവരെ കർത്താവിനെ വാഴ്ത്തുവിൻ. ഏറ്റവും നിസ്സാരനായ ബെഞ്ചമിന് മുമ്പിൽ നടക്കുന്നു. പിന്നീട് യൂദാ പ്രഭുക്കന്മാരുടെ സംഘം, സെബൂലൂൻ്റെയും നഫ്താലിയുടെയും പ്രഭുക്കന്മാർ അതിനു പിന്നിൽ. ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ, അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ജെറുസലേമിലെ അങ്ങയുടെ ആലയത്തിലേക്ക് രാജാക്കന്മാർ അങ്ങേക്കുള്ള കാഴ്ചകൾ കൊണ്ടുവരുന്നു. ഞാങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വന്യമൃഗങ്ങളെയും പശുക്കിടാങ്ങളോടുകൂടി കാളക്കൂറ്റന്മാരുടെ കൂട്ടങ്ങളുടെയും ശാസിക്കണമേ. കപ്പം കൊതിക്കുന്ന ജനതകളെ ചവിട്ടിമെതിക്കണമേ. യുദ്ധപ്രിയരായ ജനതകളെ ചിതറിക്കണമേ. ഈജിപ്തിൽ നിന്ന് ഓടുകൊണ്ടുവരട്ടെ. എത്യോപ്യ ദൈവത്തെങ്കിലേക്ക് വേഗം കരം നീട്ടട്ടെ. ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. കർത്താവിന് കീർത്തനം പാടുവിൻ.
ആകാശങ്ങളിൽ അനാദിയായ സ്വർഗങ്ങളിൽ സഞ്ചരിക്കുന്നവൻ തന്നെ. അതാ അവിടുന്ന് തൻ്റെ ശബ്ദം ശക്തമായ ശബ്ദം മുഴക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി ഏറ്റുപറയുവിൻ. അവിടുത്തെ മഹിമ ഇസ്രായേലിൻ്റെ മേലുണ്ട്. അവിടുത്തെ ശക്തി ആകാശങ്ങളിലുണ്ട്. ഇസ്രായേലിൻ്റെ ദൈവമായ അവിടുന്ന് തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഭീതിതനാണ്. അവിടുന്ന് തൻ്റെ ജനത്തിന് ശക്തിയും അധികാരവും പ്രദാനം ചെയ്യുന്നു. ദൈവം വാഴ്ത്തപ്പെടട്ടെ. സങ്കീർത്തനങ്ങൾ 69 അധ്യായം 1 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, എന്നെ രക്ഷിക്കണമേ. വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു. കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു. ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു. കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. എൻ്റെ തൊണ്ട വരണ്ടു. ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി. കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടിയിഴയേക്കാൾ കൂടുതലാണ്. എന്നെ നശിപ്പിക്കാൻ ഒരുങ്ങിയവർ, നുണ കൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ്. ഞാൻ മോഷ്ടിക്കാത്ത തിരിച്ചു കൊടുക്കാനാവുമോ? കർത്താവേ, എൻ്റെ ഭോഷത്വം അവിടുന്ന് അറിയുന്നു. എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിതനാകാനിടയാകരുതേ. ഇസ്രായേലിൻ്റെ ദൈവമേ, അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ. അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും. എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു. അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിബന്ധിച്ചു. ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി. അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി. ഞാൻ ചാക്കൊടുത്തു. അത് നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി. നഗര കവാടത്തെങ്കിലിരിക്കുന്നവർ ഞാൻ സംസാര വിഷയമായി. മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ. ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന്, സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ. ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ. പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ. കർത്താവെ, എനിക്ക് ഉത്തരമരുളണമേ. അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ. കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ. അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടതയിലകപ്പെട്ടു. വേഗം എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ. ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ. ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു. എൻ്റെ ശത്രുക്കളെ അങ്ങേക്കറിയാമല്ലോ. നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. ഞാൻ നൈരാശ്യത്തിലാണ്ടു. സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു. ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു. ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു. അവരുടെ ഭക്ഷണമേശ അവർക്ക് കെണിയായി തീരട്ടെ. അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായി തീരട്ടെ. അവർ കണ്ണ് ഇരുണ്ട് അന്ധരായി പോകട്ടെ. അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ. അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ. അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ. അവരുടെ താവളം ശൂന്യമായി പോകട്ടെ. അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ. അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു. അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു. അവർക്ക് ശിക്ഷയ്ക്ക് മേൽ ശിക്ഷ നൽകണമേ. അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ. ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായ്ച്ചു കളയണമേ. നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ. ഞാൻ പീഡിതനും വേദന തിന്നവനുമാണ്. ദൈവമേ, അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ. ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും.
കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളേക്കാളും കൊമ്പും കുളമ്പുകളും കാളക്കൂറ്റിനേക്കാളും പ്രസാദകരമായിരിക്കട്ടെ. പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ. അവിടുത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതരാകട്ടെ. കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുന്നില്ല. ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും. യൂദയായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും. അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും. അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും. അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും.